കോൺഗ്രസിന് വേണ്ടി പത്തനാപുരത്ത് മത്സരിച്ച രാഷ്ട്രീയ പ്രവർത്തകനും അതോടൊപ്പം തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ചലച്ചിത്ര താരവുമാണ് ജഗദീഷ്. ജഗദീഷുമായി ബന്ധപ്പെട്ട് നാം ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വൈറലാണ്. പലരും ചോദ്യം ഉന്നയിക്കുകയാണ്, ഈ ജഗദീഷിന് എന്തു പറ്റി? ജഗദീഷ് ഒരു അധ്യാപകനാണ്. അധ്യാപകൻ ഇന്ന് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ, അദ്ദേഹത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അദ്ദേഹം 2016 തുന്നിവെച്ച വസ്ത്രമുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി തുന്നിവെച്ച ആ വസ്ത്രം വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണോ? കേരളം ലോക പ്രശസ്തമായ പല കാര്യങ്ങളിലും ഒന്ന് കേരളത്തിലോട്ട് ചേക്കേറുന്ന പക്ഷികളാണ്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് കേരളത്തിൽ സന്ദർശിക്കുന്ന പക്ഷികളാണ്. അപ്പോൾ ഇലക്ഷൻ കാലം ഇങ്ങനെ പല കടൽ കിളികളുടെയും കാലമാണ്. പല രാജ്യങ്ങളിൽ നിന്നും വരും, വിത്തിറക്കും പോവും എന്നുള്ള മാതിരി അവർ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏകദേശം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ ഒരു ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിഹ്നം കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി CPM-ലോട്ട് പോയിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. ഭരിക്കുന്ന പാർട്ടിയായിട്ട് CPM-ലോട്ട് ആരും പോകുന്നില്ല. മാത്രമല്ല CPM-ൻ്റെ നമ്മൾ കടുത്ത CPM-കാരൻ നമ്മൾ വിചാരിച്ചിരുന്ന സച്ചിദാനന്ദനും, മൂന്നനൊക്കെ പണ്ടേ പടിയിറങ്ങി, സച്ചിദാനന്ദനും പ്രേംകുമാറും അങ്ങനെ മീഡിയയിൽ തന്നെ ഹക്സറും അങ്ങനെ പലരും CPM-ൽ നിന്ന് ഇല പൊഴിയുന്ന കാലമാണ്. CPM-ൽ അതൊരു ഇലപൊഴിയൽ കാലമാണ്. മുമ്പാണെങ്കിൽ CPM വിട്ടുപോകുന്നവരൊന്നുമില്ലെങ്കിൽ CPI-ലെങ്കിലും കയറി നിൽക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ CPI-ലോട്ടാണെങ്കിൽ ആ വഴിക്ക് ഇപ്പോൾ ആരും പോകുന്നേ ഇല്ല. ഇപ്പോൾ ചാകര വരുന്നതെല്ലാം കോൺഗ്രസിനും BJP-ക്കും. BJP എന്തായാലും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അധികാരത്തിൽ വരുന്നതിനെ നോക്കിയിട്ടല്ല അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസ് അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും BJP-ആണ്. അപ്പം ഞാനിവിടെ ഉണ്ട്, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ജഗദീഷ് സംസാരിച്ച് തുടങ്ങിയതെന്ന് തോന്നി. പക്ഷേ അവസാനം വന്ന് നിർത്തിയത് പാശുപതാസ്ത്രത്തിലും ന്യൂക്ലിയർ എനർജിയിലും ഓപ്പറേഷൻ സിന്ദൂറിലുമൊക്കെയാണ്. മാത്രമല്ല ഇന്ത്യയുടെ വിദേശ നയത്തെപ്പറ്റിയും ന്യൂക്ലിയർ നയത്തെപ്പറ്റിയൊക്കെ പുള്ളിക്കാരൻ അതിനകത്ത് ചില പരാമർശങ്ങളും കണ്ടു. ഇതൊക്കെ വച്ചിട്ട് കാക്ക തൂയി എന്ന് പറഞ്ഞ മാതിരി ചാണകത്തിൽ ചവിട്ടി എന്ന് പറയുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അത് കോൺഗ്രസ്സുകാർക്കാണ് ഏറ്റവും കൂടുതൽ പേടിയുള്ളത്. ഞാൻ പൊയ്ക്കളയും, എന്നെ നിർത്തിയില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു ചാൻസ് തരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടായിരുന്നു ജഗദീഷ് അവിടെ BJP-യുടെ കൂടെ നിന്ന രാജസേനായാലും ഈ പത്തനാപുരത്ത് മത്സരിച്ച ഈ ജഗദീഷിനെതിരെ മത്സരിച്ച ഭീമൻ രഘു ആയാലും ഇപ്പോൾ CPM പാളയത്തിലാണ്. അതെ, അതുപോലെ ഒരു CPM പാളയത്തിലേക്കും ലക്ഷ്യമിടുമോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. CPM-ൽ ഇപ്പോൾ ഇല പൊഴിയുന്ന കാലമാണ്, ശിശിരത്തിൻ്റെ സമയമാണ്. അപ്പം ഇല പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് CPM-ലോട്ട് ആരും ചേക്കേറുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. CPM-ൻ്റെ ഉറച്ച സീറ്റുകളെന്ന് വിശ്വസിക്കുന്ന പല സീറ്റുകൾ പോലും അവരെ കൈവിട്ടു പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് നിൽക്കുന്നത്. ഏകദേശം നമ്മൾ കാസർഗോഡൊക്കെ തൃക്കരിപ്പൂരൊക്കെ പോലും കോൺഗ്രസ് ജയിക്കുമെന്നുള്ള ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. കണ്ണൂരെയും കാസർഗോഡത്തെയും ചില കുത്തക മണ്ഡലങ്ങൾ പോലും CPM-ൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ളൊരു പേടിയിലാണ് വരുന്നത്. അവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ തപ്പി CPM മെനക്കെടുന്നു എന്നുള്ളതാണ് കാര്യം. കുഞ്ഞികൃഷ്ണൻ എഫക്റ്റൊക്കെ അതിന് കാര്യമായിട്ടുണ്ട്. അപ്പോൾ അത് അവരെ ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം രക്തസാക്ഷി ഫണ്ട് മോട്ടിച്ച് ഒരു കേസ് വരുമ്പോൾ കണ്ണൂർ കാസർഗോഡ് നമ്മൾ ഒരു ജില്ലയായിട്ട് കണക്കാക്കിയാൽ മതി. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ആ പാർട്ടിക്കെതിരായിട്ടുള്ള വികാരം വളരെ ശക്തമാണ്. മാത്രമല്ല ഏറ്റവും ധാർഷ്ട്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഈ വെറുപ്പിക്കലിന് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ കാര്യം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ പോയെന്ന് തോന്നുന്നത്. കാര്യം ഒരു ജില്ലാ സെക്രട്ടറിയുടെ ഒരു താത്വിക അവലോകനം അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ പ്രവർത്തകരെല്ലാവരെയും നയത്തിൽ കൊണ്ടുപോവുകയും ഇലക്ഷനെ നയിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു അദ്ദേഹം ചെയ്യുന്നത്. അതിന് പകരം ധാർഷ്ട്യത്തോടുള്ള ഒരു സംസാരവും മീഡിയയോടൊത്ത് പോലും വലിയൊരു ധാർഷ്ട്യത്തോടുള്ള ഒരു സംസാരമാണ് നമ്മൾ കണ്ടത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് ആരും പുതുതായിട്ട് പോകുന്നതായിട്ടുള്ള വാർത്തകളൊന്നുമില്ല. ശശി അവിടുന്ന് കൊഴിയുന്നു, കുഞ്ഞികൃഷ്ണൻ കൊഴിയുന്നു, പ്രേംകുമാർ കൊഴിയുന്നു. എല്ലാവരും അവിടുന്ന് കൊഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. കാര്യം ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണെന്ന് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസ് തെളിയിച്ച ഒരു സമയമാണ്.
അതുകൊണ്ട് അങ്ങോട്ടല്ല പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസിലോട്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJP-യിലോട്ട്. പാർശ്വതാസ്ത്രത്തെ പറ്റി പറഞ്ഞത് എനിക്ക് സീറ്റ് കൊല്ലം ജില്ല നാം പരിശോധിക്കണമെങ്കിൽ എല്ലാ പ്രദേശങ്ങളിൽ ഈ കൂടുമാറ്റം നടക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടായിരിക്കും? കൊല്ലം ജില്ല CPM-ന്റെ ഒരു കോട്ടയായിരുന്നു ഒരു സമയത്ത്. അപ്പം ഐഷ പോറ്റി, അതോടൊപ്പം തന്നെ അഖിൽമാര, ഇപ്പോൾ മുൻപ് മത്സരിച്ചിരുന്ന കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച ഒരു വനിതയായിരുന്നു ഇന്നലെ BJP-യിൽ ചേർന്നത്. ഐഷ പോറ്റിയെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്ക് ഐഷ പോറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ശ്രദ്ധ നേടുന്നത്, സാധാരണ ബാലകൃഷ്ണ പിള്ളയെ തോൽപ്പിച്ചു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അവർ ശ്രദ്ധ നേടുന്നത് ഒരു ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ള പേരിൽ പാർട്ടി അവരെ ശാസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോഴത്തേക്കും പാർട്ടി MLA ആയിക്കഴിഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം പാടില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലോട്ട് പാർട്ടി താന്നപ്പോഴത്തേക്ക്, മാത്രമല്ല ഇനിയും അവിടുന്ന് സുരേഷ് കുറുപ്പിനെ പോലുള്ളവർ പലരും അവരുടെ നിലപാട് വ്യക്തമാക്കാൻ കിടക്കുന്ന ആ ഭാഗത്ത് തന്നെ, കോട്ടയം കൊല്ലം ഭാഗത്തൊക്കെ പലപ്പോഴും ഈ CPM-ന്റെ കൂടെ ഉറച്ചു നിന്നവർ പലരും വിശ്വാസം ഇപ്പോൾ അവർക്ക് ഒരു പ്രശ്നമായിട്ട് മാറി. അപ്പം നമുക്കത് ഈ ശബരിമലയിൽ നടന്ന കൊള്ള, അതിനകത്ത് ജയിലിൽ കിടക്കുന്ന 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഇതൊന്നും പാർട്ടി അറിയാതെയാണെന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒത്താശ ഇല്ലാതെയാണെന്നോ അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞിട്ടല്ല ചെയ്തതെന്ന് പാർട്ടിക്കാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റും. ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു റെയിൽവേക്ക് ഒരു എമർജൻസി കോട്ടയ്ക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പോലും അത് ബ്രാഞ്ച് കമ്മിറ്റി വഴി, ലോക്കൽ കമ്മിറ്റി വഴി വരുന്ന രീതിയാണ് CPM-നും CPI-ക്കും. അങ്ങനെ ഒരു കേഡർ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിക്ക് ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലെ ഒരു കത്തില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. അങ്ങനെയാണ് ഒരു പാർട്ടിയിൽ പോകുന്നത്. അപ്പം അത്രയ്ക്ക് പരിണതപ്രജ്ഞന്മാരായ പാർട്ടി നേതാക്കൾ ശബരിമല ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴത്തേക്ക് പാർട്ടി അറിയാതെ ഇതൊക്കെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പാർട്ടിക്കാർക്കാണ് ആദ്യം സാധിക്കാത്തത്. കാര്യം ഇവരാരും പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും വിശ്വാസം തന്നെയാണ് ഈ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാകാൻ പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ മാതിരി 15-ാം തീയതിക്ക് മുമ്പായിട്ട്, അടുത്ത മാസം 15-ന് മുമ്പായിട്ട് നമ്മുടെ സത്യവാങ്മൂലം നൽകണമെന്ന് സുപ്രീം കോടതി പിണറായിയോട് ആവശ്യപ്പെട്ടു. ആ സത്യപ്രതിജ്ഞ വീണ്ടും അതാണ് മറ്റൊരു കാര്യം പരിശോധന. ഈ സെലിബ്രിറ്റി മുഖങ്ങൾ വലിയ രീതിയിൽ BJP-യിലേക്ക് കടന്നു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അവർക്ക് അത് വലിയ രീതിയിൽ ഗുണകരമായി മാറാൻ സാധ്യത കാണുന്നില്ല. പക്ഷെ വരുന്ന വർഷങ്ങളിൽ അവർക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടുമല്ലോ, ഒരു ഐത്തം മാറി വരുമല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ പണ്ട് ഞാനും നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ശ്രീ KG മാരാർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ചെങ്കൊടിയിൽ നിന്ന് വേണം നിങ്ങൾ സ്വയംസേവകർ ഉണ്ടാകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ 10-30 വർഷമായെങ്കിൽ പോലും അതൊരു പ്രവചനം പോലെ വരെയാണ്. CPM-ൽ നിന്ന് തന്നെയാണ് അണികൾ, നേതാക്കൾ തൊഴിയുന്നതിന് മുമ്പ് തന്നെ അണികൾ കൂറുമാറിയതാണ് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടത്. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലെ അണികൾ കൂറുമാറിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കാണ് നേതാക്കൾ മാറി തുടങ്ങിയത്. ശശിയെ പോലുള്ളവർ പാർട്ടി KTDC ചെയർമാൻ സ്ഥാനമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ വളരെ കൺവീനിയൻ്റ് ആക്കി വച്ചേക്കായിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു അദ്ദേഹം. പക്ഷേ ഇലക്ഷൻ 1 മാസത്തിന് മുമ്പേ പുള്ളിക്കാരൻ രാജിവെക്കുന്നു. എങ്ങോട്ട് പോകുന്നു എന്ന് തീരുമാനിച്ചിട്ടില്ല. ഐഷ പോറ്റി രാജിവെക്കുന്നു. VS-ന്റെ ശിഷ്യൻ രാജിവെക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുയായിയായിരുന്നു അദ്ദേഹം, രാജിവെക്കുന്നു. അങ്ങനെ പല CPM-ന്റെ സീറ്റുകൾ ഏറ്റെടുക്കാൻ പോലും പലരും ഇല്ല എന്നാണ് പറയുന്നത്. പല യുവ നേതാക്കൾക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞങ്ങൾ അടുത്ത തവണ മത്സരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 വർഷത്തെ കാലാവധി, 2 വർഷത്തെ 2 ടേം എന്നുള്ള വ്യവസ്ഥ മാറ്റിയിട്ട് നേരത്തെ മത്സരിപ്പിച്ചവരെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. കാര്യം പുതിയ സ്ഥാനാർത്ഥികളെ കിട്ടാനില്ലാത്തൊരവസ്ഥയിൽ CPM പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ അവസ്ഥയിലോട്ട് CPM പോകുമോ എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ത്രിപുരയിലും ബംഗാളിനെയും കേരളം പിന്തുടരുമോ എന്ന് വേണം നമ്മൾ നോക്കാൻ. ആ ഒരു അവസ്ഥയിലോട്ട് പാർട്ടി പോവുകയാണ്. പ്രത്യേകിച്ചും ഈ ശബരിമല വിഷയം വന്നപ്പോഴത്തേക്ക് അത് വിശ്വാസത്തിൻ്റെ വിഷയം തന്നെയാണ്. അത് വിശ്വാസികളായ എല്ലാ ഹിന്ദുക്കളെയും, അവർ ഏത് പാർട്ടിയിലുള്ളവരായാലും ശരി തന്നെ, എല്ലാ വിശ്വാസികളെയും ബാധിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഐഷ പോറ്റി രാജിവെച്ചിട്ട് വരാനുണ്ടായ ഒരു കാരണം അവർ വിശ്വാസത്തിന് മുറുകെ പിടിച്ചപ്പോഴത്തേക്ക് അവരെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലോട്ടാണ് അവർ പോയത്. ഇത് ഒരു ക്യൂ ആയിട്ടെടുത്തിട്ട്, ഇതൊരു തുടക്കമായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്വാസ സംബന്ധമായിട്ട് BJP-യിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്താൻ പോകുന്നത് കോൺഗ്രസിൽ നിന്നല്ല, CPM-ൽ നിന്ന് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.